വെള്ളിത്തിരയിൽ തിന്മയ്ക്കെതിരെ പോരാടുന്ന ഇളയ ദളപതിയെ നേരിൽ കാണാൻ, സിനിമയെ വെല്ലുന്ന പഞ്ച് ഡയലോഗുകൾ കേൾക്കാൻ, കൈയടിക്കാൻ, ആർപ്പു വിളിക്കാൻ, നൃത്തം ചവിട്ടാൻ TVK എന്ന വിജയന്റെ രാഷ്ട്രീയ ബദലിലേക്ക് അണിചേരാൻ ഒഴുകിയെത്തിയ ആൾക്കടലിലാണ് ആ ദുരന്തം ഉണ്ടായത്. 40 പേരുടെ ജീവനെടുത്ത കരൂരിലെ മഹാദുരന്തത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പലതുണ്ട്. ഹോട്ട് ആൻഡ് ടോക്ക് കരൂർ ദുരന്തത്തിന്റെ പല വശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. താരനേതാക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ MG രാധാകൃഷ്ണൻ, താങ്കൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ, ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ നമുക്ക് TVKയെ മാത്രം കുറ്റം പറയുവാൻ കഴിയുമോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ അവിടെ പോലീസ് അധികൃതർക്കടക്കം വീഴ്ച സംഭവിച്ചിട്ടില്ലേ? എന്താണ് ഈ വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും അത് രണ്ട് ഭാഗത്തും അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വിജയ് എന്ന് പറയുന്ന പ്രതിഭാസം വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു ജനമുന്നേറ്റത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ ആള് വിചാരിക്കുന്ന പോലെ ഇന്നൊക്കെ പല മടങ്ങ് കൂടുതൽ വന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ അത് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയവും ചലച്ചിത്രപരവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതം കാണിക്കുന്നത് ജനങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട്ടില് മുമ്പ് നമ്മൾ MGRനും ജയലളിതയ്ക്കും ഒക്കെ ശേഷം ഒരുപക്ഷെ വിജയകാന്തിനും ശേഷം ഇങ്ങനെ ഒരു വലിയ ഒരു ബഹുജന മുന്നേറ്റത്തിന്, ഒരു വൈകാരികമായിട്ടുള്ള ബഹുജന മുന്നേറ്റത്തിന് കാരണക്കാരനായ മറ്റൊരാളുണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ആയിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ തെളിയുന്നത്. അത് പോലീസ് അത്രയൊക്കെ ന്യായീകരിച്ചാലും വേണ്ട പോലെ നടക്കും. പിന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ വിജയനെ പോലെയുള്ള ഒരാളിന്റെ രാഷ്ട്രീയ വരവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ പ്രതിഭാസം ഒരുപക്ഷെ യുക്തിക്കും സാമാന്യ ബുദ്ധിക്കും ഒക്കെ നിരക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് എത്രയൊക്കെ തന്നെ വളരെ വ്യക്തിപരമായ തീരുമാനമെടുത്താലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു വലിയ അണപൊട്ടി ഒഴുകലാണ് കാണുന്നത്. അതുകൊണ്ട് തയ്യാറെടുപ്പ് വേണ്ട പോലെ നടത്തിയില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ഇതൊരു ശ്രീ MG രാധാകൃഷ്ണൻ, അവിടെ ഈ പറഞ്ഞ പോലെ വിജയ് വന്നപ്പോൾ, വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആവേശഭരിതരാകുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ കൂടുതലും നമുക്കറിയാം കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, വളരെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരൊക്കെ ഒരു രക്ഷകനെ പോലെയാണ് വിജയനെ കാണുന്നത്. ഒരുപക്ഷെ വിജയ് തന്നെ സ്വന്തമായി ഇത്രയും അദ്ദേഹത്തിന് ഇത്തരം ഒരു ക്രൗഡിനെ സൃഷ്ടിക്കാൻ, ഇത്തരം ഒരു മാജിക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്നില്ലേ? ഇങ്ങനെ ഒരു അപകടത്തെ കുറിച്ചൊക്കെ മുൻകൂട്ടി കാണുവാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാന കുറവ് വിജയന് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കൂടി നമ്മൾ വിലയിരുത്തണം എന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അത് വിജയന്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ സാമാന്യം അധികം വലിയ ചരിത്രം എന്നുള്ളതല്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിചയക്കുറവ്, അതിന്റെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു എന്താ പറയാ, സംഘടനയുടേതായ ഒരു അച്ചടക്കം, ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പോ ഒരു വളരെ ഒഴുകി പരക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ അതിനെ മുൻകൂട്ടി കാണാനും അതിനെ കാലിബ്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കാലം വിജയനായിട്ടില്ല എന്നുള്ള വിജയന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയൻ അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല, അങ്ങനെ സംഘടനയില്ല, അതിനൊരു നേതാക്കന്മാരുടെ ഒരു ശൃംഖല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരുതരം ഒരു പൊട്ടിമറിയലാണ് കാണുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കുറിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ വിജയിന്റെ വരവെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ താരപ്പൊലിമയുള്ള നേതാക്കന്മാരെല്ലാം ഏതാണ്ട് അവസാനിച്ച ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുമ്പ് MGRനും ജയലളിതയ്ക്കും വിജയകാന്തിനും ഒക്കെ ഉണ്ടായിരുന്ന കരുണാനിധി ഒരു വരുത്തി വരുത്താൻ സിനിമ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ്
ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാലത്ത് ആ വാക്വത്തിലാണ്, ആ ശൂന്യതയിലാണ് ഈ വിജയ് വന്ന് കടന്നു കയറിയിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ ഈ ദ്രവീഡിയൻ രാഷ്ട്രീയം ഒരു വശത്ത്, മറുവശത്തെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ അല്ലെങ്കിൽ ഹിന്ദുമത രാഷ്ട്രീയം മറുവശത്ത്. ഇത് രണ്ടുമല്ലാത്ത അതിന് ശേഷം ദ്രവീഡിയന്റെ ഒരു പോസ്റ്റ് ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ് ഇദ്ദേഹം കാണുന്നത്. ഇത് മൈനോറിറ്റി, ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണ്, അതുകൊണ്ടൊരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. മൈനോറിറ്റി വോട്ടുകളുടെ വലിയ ശക്തിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളും ചെറുപ്പക്കാരും അടങ്ങുന്ന ഒരു വലിയ സംഘം. ഇങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ വർത്തമാന കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നതിന്റെ ഒരു പോസ്റ്റ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ ഐഡിയോളജി ഒന്നുമില്ല. പ്രത്യേകിച്ച് സോഷ്യലി ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിട്ടുള്ള ചില പല സാമൂഹ്യ ക്ഷേമ നടപടികൾ അത് ഇത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളും കുറച്ച് ഫാൻ ക്ലബ് രാഷ്ട്രീയമൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം പ്രത്യയശാസ്ത്രത്തിന് ശേഷമുള്ള ഒരു പോസ്റ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് ദ്രവീഡിയൻ രാഷ്ട്രീയമാണ് ഈ വിജയിലൂടെ വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ DMK-യുടെ മറുവശം, ഒരു രണ്ടാമത്തെ ധ്രുവം, ADMK ഒക്കെ തളർന്നു, BJP വളരുന്നില്ല. ഈ അവസ്ഥയിൽ DMK-യുടെ മറുവശത്ത് ഒരു രണ്ടാമത്തെ ഒരു ധ്രുവീകരണ ശക്തിയായി ഉയരുന്ന ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ പോലും അതിനെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അപ്പോഴും നമ്മൾ ആ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ വിജയിന് മുമ്പും അവിടെ വലിയ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. MGR, ജയലളിത, അങ്ങനെ വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും സംഭവിക്കാത്ത മട്ടിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഈ തരത്തിൽ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനമൊന്നും TVKക്ക് ആയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് അവർക്ക് അതിനുള്ള നിയന്ത്രണത്തിനുള്ള ഒരു പരിചയമോ ഒരു എക്സ്പീരിയൻസോ ചരിത്രമോ ഒന്നുമില്ല. ഒരു 8-10 വർഷത്തെ മാത്രമാണ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. അതുപോലും ഫാൻ ക്ലബായിട്ട് മാറിയിരുന്നതാണ്. ചില ഭക്ഷണം കൊടുക്കുക, പണം വിതരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന ഒരു ഒരു സംഘടന, ഒരു ഫാൻ ക്ലബ് രാഷ്ട്രീയം പെട്ടെന്നൊരു ബഹുജന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് യാതൊരു നിയന്ത്രണ ശക്തിയും ഇല്ലാത്ത രീതിയിലേക്ക് അത് വളരുകയാണ്. അല്ലെങ്കിൽ വളരുക എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം പെരുകയാണ്. അപ്പോൾ ആ സംഘടനയ്ക്കും അറിയില്ല അതിനെ കൺട്രോൾ ചെയ്യേണ്ട സ്റ്റേറ്റ് അതോറിറ്റിക്ക് അതിനുള്ള സൗകര്യം, അതിനുള്ള മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയമാണ്. അതിനകത്ത് MGRനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ഒക്കെ ഒരു ഐഡിയോളജിയുടെ പിൻബലം ഉണ്ടായിരുന്നു. ദ്രവീഡിയൻ ഐഡിയോളജി, ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ, ആന്റി ബ്രാഹ്മിൻ രാഷ്ട്രീയത്തിൻ്റെതായ ഇതൊന്നുമല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു വലിയ, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ, ചെറുപ്പക്കാർ, അവിടെ വലിയ സംഖ്യയാണ് 35 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം. അതിൽ സ്ത്രീകള്, കുട്ടികള്, വളരെ ചെറിയ കുട്ടികൾ മുതലുണ്ട്. പിന്നെ അതിനൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ആംഗിൾ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് വളർന്നു വരുമ്പോഴേക്കും ഇതൊരു പുതിയ തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ സൂചനയാണ് കാണുന്നത്. ഈ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആ തരത്തിൽ കൂടി ഒരു വലിയ ഈ ഫാൻ ക്ലബ്ബ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ തരത്തിൽ കൂടി തമിഴ്നാട്ടിലെ സിനിമാ ആരാധകർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അണിചേരാൻ വേണ്ടി വലിയ തോതിൽ യുവാക്കളടക്കമുള്ളവർ അങ്ങനെ തയ്യാറെടുത്ത് കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചില്ല. അതിൻ്റെ കൂടി ഒരു നേട്ടം വിജയ് കൊയ്യുന്നുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. രജനീകാന്ത് ആണ് നമ്മുടെ മറ്റൊരു സാധ്യത തുറന്നിരുന്നത്. ആ രജനീകാന്ത് പിന്നോട്ട് പോയതും രജനീകാന്ത് തന്നെ BJP-യുമായിട്ടൊക്കെ ചില രഹസ്യ ബന്ധങ്ങൾ സ്ഥാപിച്ചതുമൊക്കെ രജനീകാന്തിന്റെ സ്വന്തം പൊളിറ്റിക്കൽ ഐഡന്റിറ്റി രജനീകാന്ത് സ്വയം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ വാക്വത്തിലാണ് ഇവരെല്ലാം. രജനീകാന്ത് ആയാലും കമൽഹാസൻ ആയാലും രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ശ്രമം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഒന്നും രണ്ടുപേർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ വിജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഫസ്റ്റ് രജനീകാന്തിനും കമൽഹാസനും വ്യത്യസ്തമായിട്ട് ഈ വിജയന്റെ ഒരു മുഖം വളരെ യങ് തമിഴൻ രാഷ്ട്രീയമാണ്. അപ്പൊ തമിഴ് ഐഡന്റിറ്റിയോടൊപ്പം തന്നെ ഒരു യൂത്ത്ഫുൾനെസിന്റെ, ഒരു യുവത്വത്തിൻ്റെതായ ഒരു വലിയ ഇതുണ്ട്. അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഫാൻ ക്ലബിന്റെ. അപ്പൊ എന്തുകൊണ്ടും ഈ വർത്തമാനകാല തമിഴ്നാടിന് എല്ലാം കൊണ്ടും ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്സ് ആണ് വിജയ്. അവിടെ പഴയ ഐഡിയോളജിക്കൽ ബാഗേജ് ഒന്നുമില്ലാതെ മുന്നോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പുതിയ പോസ്റ്റ് പൊളിറ്റിക്സ്, പോസ്റ്റ് ഐഡിയോളജി രാഷ്ട്രീയത്തിന്റെ
ഒരു കൃത്യ സിമ്പലാണ്. അത് തമിഴ്നാട്ടിൽ അതൊരു പെട്ടെന്നൊന്നും അവസാനിക്കാനുള്ള സാധ്യതയുമില്ല. ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ പോലും ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ ദുരന്തമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ വലിയ വളമായി മാറുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് വിജയ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വിജയ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ആയിരിക്കും. നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്.